അടുത്തിടെ തനിക്ക് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകി നടിയും നർത്തകിയുമായ നവ്യ നായർ. തന്റെ നൃത്ത പരിപാടിക്കിടെ ഫോട്ടോ എടുക്കാനെത്തിയ കുഞ്ഞ് ആരാധികയെ നവ്യ അവഗണിച്ചെന്ന് പറഞ്ഞ് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. വീഡിയോ വൈറലായതോടെ നവ്യയ്ക്ക് വ്യാപകമായ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. നവ്യ അഹങ്കാരിയാണെന്നും നൃത്തം ചെയ്യുമ്പോൾ താരത്തിന്റെ കാൽ ഒടിഞ്ഞു പോകണമെന്നൊക്കെയായിരുന്നു കമന്റുകൾ. പലരും ഈ വീഡിയോ ഉപയോഗിച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നവ്യയുടെ വെളിപ്പെടുത്തൽ. ഫോട്ടോ എടുക്കാനായി എത്തിയ കുട്ടിയും കുട്ടിയുടെ അമ്മയും നവ്യയ്ക്കായി വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. നവ്യ തെറ്റ് ചെയ്തിട്ടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്നുമാണ് കുട്ടിയുടെ അമ്മയുടെ ഭാഗം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇതിനു മുൻപ് അവർ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുകയും ചെയ്തിരുന്നു. ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കാമെന്ന് മാത്രമാണ് നവ്യ പറഞ്ഞതെന്നും മകൾ മറ്റൊരു ഫോട്ടോ എടുത്തിരുന്നുവെന്നും കുട്ടിയുടെ അമ്മ വെളിപ്പെടുത്തി. നവ്യയ്ക്ക് എന്തിനാണ് ഇത്ര ജാട എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുമായിരുന്നു. കാരണം സത്യം പ്രേക്ഷകരാരും അറിയുന്നില്ല. നൃത്തം ചെയ്യുന്ന സമയത്ത് കാലൊടിഞ്ഞു പോകട്ടെ എന്നൊക്കെ പറയുന്നത് വളരെ വേദനാജനകമാണ്. എപ്പോഴും എല്ലാത്തിനും രണ്ട് ഭാഗമുണ്ട്. ഇത്തരത്തിൽ വീഡിയോ പ്രചരിക്കുന്നവരെ നന്നാക്കാനോ അവരുടെ ഉള്ളിലെ ദുഷിപ്പിനെ നേരെയാക്കാനോ എനിക്ക് കഴിയില്ല. അവർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതിന് വ്യൂസ് മാത്രം മതി. പറയാവുന്നതിനും അപ്പുറം എന്നെ പറഞ്ഞു. കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത്. നേരായ മാർഗത്തിലൂടെ ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയയ്ക്കും പറ്റും. അതിന് ഇത്രയും കുതന്ത്രം ഉപയോഗിച്ചിട്ട് ആളുകളെ വേദനിപ്പിക്കുന്നത് നല്ലതല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്നെ സ്നേഹിക്കുന്നവർക്കുള്ള മറുപടിയാണ്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. ആളുകൾ എന്നെ തിരിച്ചറിയണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ സിനിമയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ എത്ര ക്ഷീണമുണ്ടെങ്കിലും കഴിവതും എല്ലാവർക്കുമൊപ്പം ഫോട്ടോ എടുക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അറിയാതെ ചിലപ്പോൾ മറിച്ച് സംഭവിക്കാം. നിങ്ങൾക്കൊക്കെ പറ്റുന്നത് പോലെ എനിക്കും പറ്റാം. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താനും എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇവരെ പോലെയുള്ളവരുടെ പോസ്റ്റ് വായിക്കുമ്പോൾ സത്യം എന്താണെന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.